ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ബ്ലൗസ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ ഒരു ബ്ലൗസാണ്. അതിന് ഞാൻ ഇന്നൊരു ഡിസൈനിങ് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫാബ്രിക് ഗ്ലൂ. ഇത് ഞാൻ 3 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. അതിൻ്റെ റേറ്റ് അപ്പോൾ 17 രൂപയായിരുന്നു. ഇപ്പോൾ 20 ആവേ ഉള്ളൂ. ഇത് ബോൾ ചെയിൻ കട്ടറാണ്. നമ്മുടെ കയ്യിൽ 2 ബോൾ ചെയിൻ സൈസ് 2 ഉണ്ട്. ഇത് വലുത് 2 ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറുത്. ആദ്യം വിചാരിച്ചത് വലുതിന് നടുക്കായിട്ട് ചെറുത് വയ്ക്കാമെന്നായിരുന്നേ. പിന്നെ ഞാനത് ചെറുത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ചെറുത് ആദ്യം 2 സൈഡിൽ വെച്ചിട്ട് വലുത് നടുക്ക് വയ്ക്കുകയാണ് ചെയ്തത്. ഫാബ്രിക് ഗ്ലൂ ആദ്യം തുണിയിൽ ഞാൻ നന്നായിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു ഷേപ്പിന്. എന്നിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ബോൾ ചെയിൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തുമ്പ് നമ്മൾ ആ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ എടുത്ത് നല്ല എളുപ്പത്തിന് ഒട്ടിക്കാൻ പറ്റും. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് ഞാൻ വലിയ സൈസിലുള്ള ബോൾ ചെയിൻ ഇട്ടായിരുന്നു. കറക്റ്റ് അളവിന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നൂല് പോലെ കൊണ്ടുപോയി വയ്ക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ട് 10 വർഷത്തിനടുപ്പിച്ച ആയി. പിന്നെ എൻ്റെ കല്യാണ ബ്ലൗസ് ഒക്കെ ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങൊക്കെ അറിയാം കേട്ടോ. ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ്. ഫ്രണ്ട് ഹൂക്ക് വെച്ചിട്ടുള്ള ബ്ലൗസ് ഭയങ്കര ടഫാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബാക്ക് ഹൂക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്കത് കംഫർട്ടബിളാണ്. പിന്നെ അടുത്ത് ഞാൻ ഈ സ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എങ്ങനെ വയ്ക്കണം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ വയ്ക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ചേർത്ത് വയ്ക്കാമെന്ന്. അപ്പോൾ ഒന്ന് വച്ചിട്ടൊക്കെ നോക്കിയിട്ട് ഫാബ്രിക് ഗ്ലൂ ഒട്ടിച്ചിട്ട് ആ സ്റ്റോൺ ഞാനവിടെ വയ്ക്കുകയാണ്. നല്ലതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എങ്കിലും അത് നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും. അങ്ങനെ വച്ചിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഒട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടാകുമ്പോൾ നമ്മുടെ ഈ സാരി പോകുന്ന പോർഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്യത്തില്ല. അപ്പോൾ സാരി മറയാത്ത ഈ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫാബ്രിക് ഗ്ലൂവിൻ്റെ അറ്റം കൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ അതിലായാലും ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഫാബ്രിക് ഗ്ലൂ ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ അത് കാണത്തില്ല. ഇനി അടുത്തെടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സും നോർമൽ ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. നീഡിൽ വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൈസ് 8ൻ്റെ നീഡിലാണ്. നീഡിൽ പല സൈസിനുള്ളതുണ്ട്. ഇതെടുക്കാൻ കാരണം ഷുഗർ ബീഡ്സ് നൂലിലോട്ട് കയറണമെങ്കിൽ ഈ നീഡിലൂടെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ നീഡിലെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കൊടുക്കുന്ന ഡിസൈൻ ആദ്യം നോർമൽ ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും അങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനിടയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളും ഈ വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, പിന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. കുറച്ച് ലൈറ്റുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് എല്ലാം ഓൾമോസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ബീഡ്സും കൂടെ വെക്കണം. ബീഡ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. 2-3 ദിവസം എടുത്താണ് ഞാനിത് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിന് ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3000 റുപ്പീസെങ്കിലും ആവും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ. ബൈ.